ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഈ മഹാഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറയാം. സ്തോത്രം. വേറെ എവിടെയുണ്ട് ഇങ്ങനെ നല്ല സ്നേഹമുള്ളൊരു കർത്താവ്? വേറെ എവിടെയുണ്ട് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവം? യേശുവല്ലാതെ ഒരു ദൈവമില്ല, യേശുവല്ലാതെ ഒരു അത്ഭുത മന്ത്രിയില്ല. ഹാലലൂയ. എന്നെ തോക്കാനല്ല വിളിച്ചിരിക്കുന്നത്, പക്ഷെ എന്നെ ജയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഹാലലൂയ. കർത്താവിൻ്റെ നല്ല വചനം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ജോൺ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 9. വചനം ഇങ്ങനെ പറയുന്നു: "The one who is the true light, who gives light to everyone, was coming into the world." ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആമേൻ. അപ്പം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, "The one who is the true light," സത്യ വെളിച്ചമായവൻ എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത വെളിച്ചങ്ങൾ ഉണ്ടായിട്ടാണ് പറയുന്നത്. യേശു മാത്രമാണ് സത്യമായ വെളിച്ചമായവൻ. അപ്പം സത്യ അല്ലെങ്കിൽ യഥാർത്ഥമായ വേറെ ഈ വെളിച്ചമല്ലാതെ വേറെ ഒരു വെളിച്ചവും ഇല്ല. അല്ലെങ്കിൽ വെളിച്ചം വേണമെങ്കിൽ ക്രിസ്തുവിലേക്ക് തിരിയണം. അങ്ങനെ വെളിച്ചമായവൻ, എല്ലാവർക്കും വെളിച്ചം പകരുന്നവൻ. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും യേശു കർത്താവിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. നമ്മളിലൂടെയാണ് യേശു കർത്താവിൻ്റെ വെളിച്ചം ഈ ലോകത്തിലേക്ക് പടരുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് നോക്കിയിട്ട് പറഞ്ഞ്, നമ്മളോടും പറഞ്ഞ്, യേശു അവരോട് പറഞ്ഞ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. അപ്പം ഇരുട്ട് പിടിച്ച ലോകത്ത് വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുക. ഇന്ന് പറയണം, ഞാനൊരു വെളിച്ചമാണ്, അല്ലെ ഞാൻ ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ്. തിരുവചനം അവിടെ പറയുന്നു, "ഹു ഗിവ്സ് ലൈറ്റ് ടു എവ്രി വൺ" എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിൽ വന്നിട്ട് ഈ വെളിച്ചം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക ലോകത്തിലേക്ക്. അതെത്ര അത്ഭുതമാണ്. യേശുവിൻ്റെ വെളിച്ചം തിരുവചനം അവിടെ പറയുന്നു. യോഹന്നാൻ 1:5 പറയുന്നു, John chapter 1 verse 5, "The light shines in the darkness and the darkness can never extinguish it." ഒന്ന് മലയാളത്തിൽ നിന്ന് വായിച്ചേക്കാം. യോഹന്നാൻ 1:5. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ടിനോ ആ വെളിച്ചത്തിനെ ഇരുളോ ആ വെളിച്ചത്തിനെ പിടിച്ചടക്കിയില്ല. അപ്പം എല്ലാ ഇരുട്ടിനെയും തോപ്പിക്കുന്ന, എല്ലാ ഇരുട്ടിൻ്റെ മേലും ജയമെടുക്കുന്ന വെളിച്ചമാണ് യേശു കർത്താവ്. ഇരുട്ടിനകത്തൂടെ പ്രകാശിക്കുന്ന വെളിച്ചം എല്ലാ തോൽവിയെയും നിരാശകളെയും ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളെയും ജയിക്കുന്ന വെളിച്ചം. ഒരിക്കലും ഇരുട്ടിനും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കും ഈ വെളിച്ചത്തിൻ്റെ മേൽ വ്യാപരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ വെളിച്ചം എന്നിലും നിങ്ങളിലും വസിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സകല തോൽവിയും, ലോകം കൊണ്ടിരുന്ന സകല അഴുക്കും, സകല രോഗം, ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തി, ഇരുട്ടിൻ്റെ എന്തൊക്കെ പ്രവൃത്തികളുണ്ട്, പൈശാചികമായത്, തോൽവി, സാമ്പത്തിക തകർച്ച, ദാമ്പത്യ തകർച്ചകൾ, മക്കളുടെ കൊള്ളാത്ത ജീവിതങ്ങൾ, ഇതെല്ലാം ഇരുട്ടല്ലേ. രോഗം, എല്ലാ അന്ധകാര ശക്തികളും ഇരുട്ടിൻ്റെ എല്ലാ, അതുപോലെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ചിലപ്പം ക്രോധം, കോപം, വൈരാഗ്യം, അസൂയ, കുറ്റം പറച്ചിൽ, ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ. അപ്പം നല്ലതല്ലാത്ത സകല കാര്യങ്ങളുടെ മേലും ജയമെടുക്കുന്ന വെളിച്ചമായ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, ഈ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. എന്നിട്ട് താഴോട്ട് വന്നപ്പോഴാണ് 1:9 പറയുന്നത്, ഈ സത്യ വെളിച്ചമായവൻ, ഹല്ലേലൂയ, നമ്മൾക്ക് ഓരോരുത്തർക്കും വെളിച്ചം പകരുന്നു. ഇന്ന് വിശ്വസിക്കണം, എൻ്റെ അകത്ത് ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റുന്ന വെളിച്ചം വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വെളിച്ചമായ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെളിച്ചമാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ വെളിച്ചമായി തീരുക. ഹല്ലേലൂയ. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കാനാ, കർത്താവിൻ്റെ വെളിച്ചം ലോകത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാനാ. നമ്മളെ തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യമായി ആരാണെന്നും എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ
ഈ വെളിച്ചം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളുടെ പാപത്തിൽ നമ്മളുടെ ആ പാപം നമ്മളിൽ നിന്ന് നമ്മളെ കാണിച്ചു തന്നു. നമ്മൾ ക്രിസ്തുവിൽ വന്നപ്പം നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളിൽ കുറവുണ്ട്, നമ്മൾ പാപികളാണ്. എന്നിട്ട് ഇത് നമ്മൾ ഏറ്റു പറഞ്ഞപ്പോഴാണ് നാം ക്രിസ്തുവിൻ്റേതായത്, അല്ലേ? നമ്മളുടെ ആദ്യകാല വിശ്വാസം. നമ്മളവിടെ വന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, അയ്യോ, ഈ നല്ല കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? തിരുവചനം അവിടെ പറയുന്നത് പോലെ നമ്മുടെ കുറവുകളെ എല്ലാം യേശു കർത്താവ് എടുത്തിട്ട് തൻ്റെ വെളിച്ചം നമ്മളുടെ അകത്തിട്ട്, തൻ്റെ ജീവൻ നമ്മളുടെ അകത്തിട്ട് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ വചനം പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രകാശം ആക്കി തീർത്തു. ഇന്ന് പറയണം, എൻ്റെ അകത്തുനിന്ന് ഇരുട്ട് മാറി എൻ്റെ അകത്ത് വെളിച്ചം വന്നു. സ്തോത്രം. എൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സകല ഇരുട്ടിൻ്റെ പ്രവൃത്തികളും അനീതിയും കർത്താവ് മാറ്റിയിട്ട് തൻ്റെ പ്രകാശം എന്നിലിട്ടു, തൻ്റെ ജീവൻ എന്നിലിട്ടു. ഇന്ന് നമ്മൾ ചെയ്യുന്ന കർത്താവിൻ്റെ വെളിച്ചം പ്രകാശിക്കുക. ഇന്ന് ഇരുട്ടിൻ്റെ എന്തെങ്കിലും പ്രവൃത്തികൾ അകത്തുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ വെളിച്ചം കൊണ്ട് എന്നെ നിറയ്ക്കണം, അങ്ങയുടെ സത്യം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. ഈ അതിൻ്റെ യോഹന്നാൻ 1:8 പറയുന്ന ഈ സ്നാപയോഹന്നാൻ ചെയ്ത ഒരു കാര്യം, സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഞാനല്ല വെളിച്ചം, പക്ഷേ ഞാൻ എൻ്റെ അകത്ത് വസിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്ന, അന്ന് യോഹന്നാൻ്റെ പിന്നാലെയാണ് വെളിച്ചം വന്നത്. ഇന്ന് നമ്മളിൽ വസിക്കുക ഈ നല്ല കർത്താവ്. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, എന്നെ വിളിച്ചിരിക്കുന്ന ലോകത്തിനോട് ഈ വെളിച്ചത്തിനെ കുറിച്ച് സാക്ഷ്യം പറയാനാ. അങ്ങനെയെങ്കിൽ നമ്മളെയും ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ഈ ഇരുട്ടുള്ള ലോകത്ത് നല്ല കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാന്. എവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയുന്നു, യേശു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറയുന്നു, അവിടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിനകത്തും കർത്താവിൻ്റെ വെളിച്ചം കയറുക. സ്തോത്രം. നമ്മൾ പ്രകാശിക്കുക. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിനെ പ്രകാശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, yet it is also new എന്ന് വെച്ചാൽ പുതിയ കൽപ്പനയാണ്. 7-ാം വാക്യം ഒരു കൽപ്പനയെക്കുറിച്ച് പറയുക. പഴയ കൽപ്പന ഇങ്ങനെയായിരുന്നു, പരസ്പരം സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് 8-ാം വാക്യം പറയുന്നു, എന്നാൽ ഇത് പുതിയ കൽപ്പനയാണ്. എന്താണ്? Jesus lived the truth of this commandment and you also are living it, for the darkness is disappearing and the true light is already shining. അപ്പം 1 യോഹന്നാൻ ലേഖനത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് യോഹന്നാൻ എഴുതിയിരിക്കുക, പഴയ കൽപ്പന തന്നെയാണ്. എന്താ? പരസ്പരം സ്നേഹിക്കുക. എന്നിട്ട് എന്നാലും ഇത് പുതിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഈ പരസ്പരം സ്നേഹിക്കുന്നു, അന്യോന്യം സ്നേഹിക്കുന്നു എന്ന ആ കൽപ്പന നിങ്ങൾ പാലിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇരുട്ട് മാറി അവിടെ വെളിച്ചം പ്രകാശിക്കും. അപ്പം പരസ്പരം സ്നേഹിക്കുന്നിടത്ത്, ക്രിസ്തുവിൻ്റെ സ്നേഹം പരസ്പരം കാഴ്ചവെക്കുന്നിടത്ത്, ക്രിസ്തുവിനെ ഓർത്ത് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് മറന്നു കളഞ്ഞ് സ്നേഹിക്കുന്നിടത്ത് കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടെ ഇരുട്ടും അന്ധകാരവും മാറിയിട്ട് അവിടെ വെളിച്ചം പ്രകാശിക്കുക. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ കാണുന്നുവെങ്കിൽ അവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുവേ, അങ്ങയുടെ ആ സ്നേഹം എൻ്റെ ഉള്ളിൽ ഒന്നിട്ട് തരണം, അങ്ങയുടെ വെളിച്ചം എൻ്റെ ഉള്ളിലിട്ട് തരണം. ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ ഈ സ്നേഹം എന്ത് ചെയ്യും? നമുക്ക് ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും, ചിലതൊന്നും കണ്ടിട്ടില്ല എന്നും മറക്കാനും ഒക്കെ കൃപ നൽകും. ഇത് വ്യാപരിക്കുമ്പോൾ തിരുവചനം അവിടെ പറയുന്നു, ഇരുട്ട് അതിൻ്റെ പ്രവൃത്തികളോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഈ പ്രകാശം നമ്മുടെ ചുറ്റിനും വ്യാപരിക്കാൻ വേണ്ടിയാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് എടുത്താൽ അതിന് ഭയങ്കര പ്രകാശമാണ്. എല്ലാ പൂച്ചകളും ആ പ്രകാശത്തിൻ്റെ അടുക്കിലേക്കാണ് പറന്നു പോകുന്നത്. ഇന്ന് കർത്താവ് നമ്മളെ മാക്കി വെച്ചിരിക്കുക പൂച്ചയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ.
ഹല്ലിയ. നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്ന സ്നേഹം, കൃപ, കരുണ, നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്ന ക്ഷമ, ഇതെല്ലാം, ഈ സന്തോഷം, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്. ഇത് കണ്ടിട്ട് വേണം മറ്റുള്ളവർ നമ്മളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഹല്ലിയ, എന്നിട്ട് വേണം നമുക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഹാലലുയ്യ. എന്നിട്ട് അവിടെ 9-ാം വാക്യം പറയുന്നു, ഇഫ് എനി വൺ ക്ലെയിംസ് ഐ എം ലിവിങ് ഇൻ ദ ലൈറ്റ് ബട്ട് ഹേറ്റ്സ് എ ക്രിസ്ത്യൻ ബ്രദർ ഓർ സിസ്റ്റർ, ദാറ്റ് പേഴ്സൺ ഇസ് സ്റ്റിൽ ലിവിങ് ഇൻ ദ ഡാർക്ക്നെസ്. വളരെ സിമ്പിളാണ് അവിടെ വചനം പറയുന്നത്. ആരെങ്കിലും പറയുന്നു ഞാൻ വെളിച്ചത്തിലാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഹോദരനെ, സഹോദരിയെ, ഒരു ക്രിസ്തീയ വിശ്വാസിയെ പിണക്കത്തിലാണെങ്കിൽ, ചില കൂട്ടു സഹോദരനോട് ഇഷ്ടമില്ല എങ്കിൽ, ഒരാൾ പറയുക 365 ദിവസം 24 മണിക്കൂറും, ചിലവരെ കണ്ടിട്ടില്ലേ, അവർക്ക് ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് മൊത്തം ഇഷ്ടക്കേടാണ്. ഇഷ്ടമില്ലാത്തതിനെക്കുറിച്ച് തന്നെ അവർ പറയും. ആൾക്കാരെ ആരെ വേണമെങ്കിലും നോക്കിക്കേ, ചിലവർക്ക് ഭയങ്കര ഇഷ്ടം, അവരുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ അകത്ത് വെളിച്ചമില്ല, അവരുടെ അകത്ത് ഇരുട്ട് തന്നെയാണ് ഉള്ളത്. എന്നിട്ട് വചനം ഇച്ചിരിയും കൂടി ഊന്ന് പറയുന്നു, പ്രത്യേകമായി നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരനെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടു സഹോദരിയെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടക്കേടോടെ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെളിച്ചത്തിലല്ല. നിങ്ങൾ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നു, നിങ്ങളുടെ അകത്ത് വെളിച്ചം വന്നു എന്ന് വെറുതെ നുണ പറയുക. നിങ്ങൾ ഇരുട്ടിലാണ് വസിക്കുന്നത്. ഹാലലുയ്യ. ഇന്ന് ഒന്ന് ശോധന ചെയ്തെന്നോ, ഇന്ന് ഒന്ന് മനഃപൂർവ്വമായിട്ടൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മളെ തന്നെ ഒന്ന് വെച്ച് നോക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മളെ രക്ഷപ്പെടുത്തിയ ഈ ക്രിസ്തുവിനെ കുറിച്ചാണോ നമ്മളെപ്പോഴും പറയുന്നത്? അതോ അവരെ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവരെ എന്നോട് അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കിയില്ല, ഇതാണോ നമ്മൾ പറയുന്നത്? എന്നാൽ വചനം പറയുന്നു, നമ്മൾ ഇരുട്ടില്ല ഇപ്പോഴും ജീവിക്കുന്നത്. മറ്റുള്ളവർക്കും കൂടെ തട്ടി വീഴാൻ വേണ്ടി ഉള്ള അവരുടെ പാതയിലും ഒരു വലിയ പാറയായി നമ്മൾ നിൽക്കുക. സ്തോത്രം. അല്ലേ അവിടെ വചനം അങ്ങനെ പറയുന്നേ. 10-ാം വാക്യം, anyone who loves another brother or sister is living in the light and does not cause others to stumble. അപ്പം കൂട്ടു സഹോദരനെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെന്ന് അതങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ്റെ അകത്ത് സ്നേഹമില്ല. അവൻ ആരെയും ക്രിസ്തുവിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അവൻ മറ്റുള്ളവരും കൂടെ ഇരുട്ടിൽ തട്ടി വീഴാൻ വേണ്ടി ഒരു പാറയായി അവിടെ കിടക്കുക. സ്തോത്രം. ഹാലലൂയ്യ. അപ്പം വെളിച്ചം വരണമെങ്കിൽ ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയും, ലോകത്തിനകത്ത് സ്നേഹമില്ലായിരുന്നു, ലോകത്തിനകത്ത് പാപമായിരുന്നു, ലോകത്തിനകത്ത് കുറ്റമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇരുട്ട് പിടിച്ച ലോകമായിരുന്നു, അന്ധകാരം. 5-ാം വാക്യം പറയുന്നു, ഇരുട്ടിനോ ഈ പ്രകാശത്തിൻ്റെ മേൽ വ്യാപരിക്കാൻ പറ്റിയില്ല, തോൽപ്പിക്കാൻ പറ്റിയില്ല. ലോകത്തിനകത്ത് അത്ര ഇരുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫിലിപ്പിയരുടെ ലേഖനമൊക്കെ പഠിക്കുമ്പം അതിനകത്ത് യേശു കർത്താവ് തന്നെ സമർപ്പിക്കുന്നുണ്ട്. ഹെബ്രായരുടെ ലേഖനത്തിനകത്ത് യേശു കർത്താവ് പറയുക, നിനക്ക് ഒരു യാഗമല്ലേ വേണ്ടത്? അപ്പായോട് ചോദിക്കുക, സ്വർഗത്തിലെ അപ്പായോട് ചോദിക്കുക, നിനക്കൊരു യാഗമല്ലേ വേണ്ടത്? ഈ ലോകത്തിനെ രക്ഷപ്പെടുത്താൻ ഒരു യാഗമല്ലേ വേണ്ട? എന്നാൽ ഞാൻ പോകാം. ലോകത്തിനകത്ത് ഇരുട്ടുണ്ട്, ലോകം അന്ധകാരത്തിലാണ്. പക്ഷേ യേശുവിന് ഒരു കാര്യം അറിയാമായിരുന്നു, ലോകത്തിൻ്റെ പാപവും അന്ധകാരവും ഇരുട്ടും യേശുവിനെ തൊടത്തില്ലായിരുന്നു. യേശുവിനെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിനെ നല്ലതായിട്ട് അറിയാമായിരുന്നു. ലോകത്തിലുള്ള ഇരുട്ടും മ്ലേച്ഛതയും അന്ധകാരത്തിനെക്കാട്ടിലും വലിയവനാ യേശുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിനകത്ത് വ്യാപരിച്ച വെളിച്ചം ഈ ലോകത്തിൻ്റെ ഇരുട്ടിനെയും അഴുക്കിനെയും പാപത്തിൻ്റെയും മ്ലേച്ഛതയെക്കാട്ടിലും വലുതായിരുന്നു. ഹല്ലേലൂയ. ആ ഇരുട്ടിനെയും അഴുക്കിനെയും തോൽപ്പിക്കാനുള്ള കൃപ തൻ്റെ അകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും നിറച്ചു. ഇന്ന് നമ്മളുടെ അകത്തും ഈ ശക്തി, ഈ വെളിച്ചം വ്യാപരിച്ച് നിൽക്കുക. പിന്നെ എന്താണ് ചുറ്റിനും കാണുന്ന വിഷയത്തിനെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് കൂട്ടു സഹോദരൻ്റെ കുറവിനെ വെളിപ്പെടുത്തി നിർത്തുന്നത്? എന്തിനാണ് ജീവിതത്തിനകത്ത് കാണുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വചനം പറയുന്നു, വെളിച്ചമോ ഇരുട്ടിൽ പ്രകാശിച്ചു, ഇരുട്ടിനോ ഈ വെളിച്ചത്തിൻ്റെ മേൽ വ്യാപരിക്കാൻ പറ്റിയില്ല, തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ അകത്ത്
അകത്ത് കർത്താവിൻ്റെ വെളിച്ചമുണ്ട്. സ്തോത്രം. നമ്മളെ ആക്കി വെച്ചിട്ടില്ല ലോകത്തിൻ്റെ കുറ്റവും കുറവും അവരുടെ ഇരുട്ടും കണ്ടുപിടിക്കാനാക്കി വെച്ചിട്ടില്ല. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മളായിരിക്കുന്ന കുടുംബത്തിനകത്ത്, സമൂഹത്തിനകത്ത്, കൂട്ടായ്മയ്ക്കകത്ത്, ജോലി സ്ഥലത്ത്, എവിടാണോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ മ്ലേച്ഛതകളുടെ മേളിൽ പ്രകാശിക്കാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റിനും ഒരു തപ്പി നടക്കുന്ന ഒരു ലോകമുണ്ട്. ഈ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ലോകത്തിന് നമ്മളുടെ വെളിച്ചം കണ്ടിട്ട് വേണം ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. നമ്മളെ ആക്കി വെച്ചിരിക്കാം. നമ്മൾ ആയിരിക്കുന്ന സമൂഹമായിരിക്കാം, ദൈവസഭയായിരിക്കാം, നമ്മളായിരിക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മയായിരിക്കാം, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലമായിരിക്കാം. തിരിച്ചറിയണം, എന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ വെളിച്ചമായതുകൊണ്ട്, എന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശമായതുകൊണ്ട്. എൻ്റെ ചുറ്റിനും ഒരു തപ്പി നടക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേതാണ്. അല്ലാതെ എന്നെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ കൂട്ടു സഹോദരനെ കുറ്റം പറഞ്ഞിട്ട്, കുറവ് പറഞ്ഞിട്ട്, താഴ്ത്തി കെട്ടിയിട്ട് മിടുക്കനായിട്ട് നിൽക്കാൻ എന്നെ ആക്കി വെച്ചിട്ടില്ല. ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യം തിരിച്ചറിയണം. സ്തോത്രം. ഞാനായിരിക്കുന്ന കുടുംബത്ത്, ഞാനായിരിക്കുന്ന സമൂഹത്ത്, ഞാനായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് മറ്റുള്ളവരെ പോലല്ല എൻ്റെ മേലുള്ള വിളി. എൻ്റെ മേലുള്ള വിളി ഞാൻ ആ ഇരുട്ടിലെ പ്രകാശമാണ്. എൻ്റെ പ്രകാശം, ഞാൻ എത്രത്തോളം എൻ്റെ കൂട്ടു സഹോദരനെ കുറ്റം പറയുന്നു, എൻ്റെ ചുറ്റിനും കിടക്കുന്ന പ്രശ്നത്തെ പറയുന്നു, എൻ്റെ ചുറ്റിനും കിടക്കുന്ന വിഷയത്തെ ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുന്നു, അത്രത്തോളം എൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? എൻ്റെ അകത്തുനിന്ന് പ്രകാശിക്കേണ്ട വെളിച്ചം പ്രകാശിക്കാതെ പോകുന്നു. എൻ്റെ ചുറ്റിനും ആൾക്കാർ ഇരുട്ടിൽ തന്നെ കിടക്കുന്നു. എന്നെ ലോകമല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ ക്രിസ്തുവാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്നെ വിളിച്ചിരിക്കുന്നത് ഇരുട്ടിൽ കിടക്കുന്നവരെ വിടുവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇരുട്ടിൽ കിടക്കുന്നവർ വെളിച്ചം കണ്ടാലേ വിടുവിക്കപ്പെടത്തുള്ളൂ. യേശു താഴെ ഇറങ്ങി വന്നിട്ട് എന്നാ വെളിച്ചം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. എന്നെ ആക്കി വെച്ചിരിക്കുക ഇരുട്ടിലും അന്ധകാരത്തിലും കിടക്കുന്നവരെ വിടുവിക്കാൻ. ഇതൊരു വലിയ ദൗത്യമാണ്. നമ്മളുടെ ദിനം തോറുമുള്ള ജീവിതത്തിനകത്ത് നമ്മൾ നോക്കണം, ഞാനൊരു പ്രകാശമാണോ? ഞാനൊരു പ്രകാശമാണെങ്കിൽ ഞാൻ പ്രകാശിക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർക്ക് എന്നെയെങ്കിലും കണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമോ? ഹല്ലേലൂയ. അതിൻ്റെ അടയാളം എന്താ? നമ്മൾ ചിലപ്പം ആയിരിക്കുന്ന സ്കൂളിലായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, കൂട്ടായ്മയ്ക്കകത്തായിരിക്കും, പ്രാർത്ഥനാ സമൂഹത്തിനകത്തായിരിക്കും, വീട്ടിനകത്തായിരിക്കും. ആരുണ്ടെങ്കിലും ആരെയും നോക്കത്തില്ല. ചിലവർ വന്നിട്ട് നമ്മളോട് പറയും, ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഒന്നെന്നെ ഉപദേശിക്കാമോ? ഒന്നെന്നോട് സംസാരിക്കാമോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമോ? ആൾക്കാർ വരും. അന്നേരം തിരിച്ചറിയണം, ഞാനൊരു പ്രകാശമായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. സ്തോത്രം. എന്നെ വിളിച്ചിട്ടില്ല ലോകത്തിനോടൊപ്പം ചേർന്നിരുന്ന് കുറ്റവും കുറവും പിണക്കവും വിദ്വേഷവും ഇരുട്ടിൻ്റെ പ്രവൃത്തികളും പറയുവാൻ. സ്തോത്രം. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുക. കണ്ടോ, ലോകം എന്താ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ഉപദേശിക്കണം, എന്നെ കേൾക്കണം, എന്നെ ഒന്ന് തൊടണം. എന്തിനാ ലോകം വന്ന് പറഞ്ഞ്? ലോകം കണ്ടു എൻ്റെ അകത്തൂടെ ക്രിസ്തുവിൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പവർഫുൾ. സ്തോത്രം. എൻ്റെ അകത്തുനിന്ന് ക്രിസ്തുവിൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവർ കണ്ടു. അവർ കണ്ടപ്പം എങ്ങനെയാണോ ആ പൂച്ചികളൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നത്, അല്ലേ? ചുറ്റിനും ഇരുട്ടാ, പക്ഷെ അവർ നോക്കുമ്പം സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നു. അപ്പോൾ ഈ ഈച്ചയും പൂച്ചയും എല്ലാം ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുക്കലേക്ക് അവർ ഓടിച്ചെന്നു. എന്തിനാ? ആ വെളിച്ചത്തിലേക്ക്. സ്തോത്രം. അതേപോലെ എൻ്റെ അകത്തുനിന്ന് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തപ്പം ഇരുട്ടിലും അന്ധകാരത്തിലും ബന്ധനത്തിലും കിടക്കുന്നവർ ഓടി വന്നിട്ട് അവർ അട്രാക്റ്റായി. എന്നുവെച്ചാൽ അവർ കണ്ടത് എൻ്റെ പ്രകാശമല്ല, അവർ കണ്ടത് എന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം. ഹല്ലേലൂയ. നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളുടെ അടുക്കിലേക്ക് ഓടി വരുന്നവരെ കറക്റ്റായിട്ട് ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എൻ്റെ അകത്തുനിന്ന് വ്യാപരിക്കുന്ന പ്രകാശം ശക്തിയോടെ പ്രകാശിക്കാൻ ഇടയാകണം. എൻ്റെ അകത്ത് എന്തെങ്കിലും ഈ പ്രകാശത്തിനെ മങ്ങുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്
ഇന്ന് എൻ്റെ അകത്തുനിന്ന് കഴുകി മാറ്റി, ഇന്ന് എൻ്റെ അകത്തുനിന്ന് അത് മാറിപ്പോയിട്ട് എൻ്റെ അകത്തുനിന്ന് ക്രിസ്തുവിൻ്റെ പ്രകാശം ശക്തമായിട്ട് ഒന്ന് വെളിപ്പെടട്ടെ. സ്തോത്രം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് 1 യോഹന്നാൻ ലേഖനം 2:8-9 വായിക്കുമ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർ തട്ടി വീഴാനായിട്ടുള്ളതല്ല, പക്ഷെ മറ്റുള്ളവർ നേരായ പാതയിൽ നടന്ന് ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ മിടുക്ക് കാണിക്കാനോ ഞാൻ നല്ലതാണെന്ന് ലോകം പറയാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിൽ പ്രകാശിപ്പിച്ചിട്ട് ഇരുട്ടിൽ കിടക്കുന്നവർ, ഹല്ലേലൂയ, നരകത്തിൽ പോകാൻ കിടക്കുന്നവരെ അവിടുന്ന് ഒന്ന് വലിച്ചെടുത്ത് സ്വർഗരാജ്യത്തിനകത്തേക്ക് കയറ്റുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് എന്തിനാ കത്തുന്നത്? ഇരുട്ടിൽ പ്രകാശമായി തീരാൻ. അത് മറ്റുള്ളവർ കാണാൻ, ദേണ്ട ഒരു വാഹനം വരുന്നുണ്ട് എന്ന് കാണാൻ. രാത്രിയിലൊക്കെ ഒരു ലൈറ്റ് ഇടാതെ ഓടിക്കുന്ന ഒരു കാറുണ്ടെങ്കിൽ ആൾക്കാർ കാണത്തില്ല. അവർ ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു വണ്ടി വരുമ്പോഴോ കാണത്തില്ല. ആക്സിഡൻസ് ഉണ്ടാകാൻ സാധിക്കും. പക്ഷേ ഒരു ലൈറ്റ് കത്തി, ഒരു ഹെഡ്ലൈറ്റ് കത്തി റോഡിലൂടെ പോവുകയാണെങ്കിൽ ചുറ്റിനുമുള്ളതിൻ്റെ മേൽ പ്രകാശം വീഴും. സ്തോത്രം. വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്താണ് അവിടെയൊക്കെയുള്ളതെന്ന്. സ്തോത്രം. നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്ത് വ്യാപരിക്കുമ്പോൾ, ലോകത്ത് പ്രകാശിക്കുമ്പോൾ ഇരുട്ടിൽ കിടക്കുന്നവർക്ക് വ്യക്തമായിട്ട് പലതും കാണാൻ സാധിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശമായി പ്രകാശിക്കുക തന്നെ ചെയ്യും. എൻ്റെ അകത്തുള്ള സകല ഇരുട്ടും മാറിപ്പോയി എൻ്റെ അകത്തുനിന്ന് കർത്താവിൻ്റെ പ്രകാശം വ്യാപരിക്കും. കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.